ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് മണി പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മണി പ്ലാന്റൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേയധികം ഈ ഒരു പോത്തോസിൻ്റെ കളക്ഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എനിക്ക് ഒന്നോ രണ്ടോ ഒക്കെ കട്ടിങ്സ് കിട്ടിയിട്ട് ഞാനിത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ കുഞ്ഞ് കട്ടിങ്സൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പോത്തോസ്, ആ നിയോൺ പോത്തോസൊക്കെ ഒരു ചെറിയൊരു ഒരു 3ഓ 4ഓ ഒക്കെ തണ്ട് കിട്ടിയ അങ്ങനത്തെ കട്ടിങ്സ് കിട്ടത്തില്ലേ, അങ്ങനെ കിട്ടിയിട്ട് ഞാൻ അത്രയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ, നല്ല കട്ടിയായിട്ട് ബുഷിയാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ പോത്തോസിൻ്റെ കളക്ഷനാണ് കൂടുതലും എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു പോത്തോസ് എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ഇതിപ്പം ഡ്രൈ ആയിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ എന്നും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡ്രൈ ആയിട്ട് നിൽക്കുകയില്ല. പിന്നെ നമ്മൾ വാട്ടറിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ആ ഒരു വേരെല്ലാം അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം നമ്മൾക്ക് ആ വെള്ളം ചില പോട്ടിനകത്തൊക്കെ വെള്ളം നിൽക്കുന്ന പോട്ടാണ്, ചിലതിൽ അപ്പം തന്നെ ഒഴിക്കുന്ന ഫുള്ള് അങ്ങനെ പോകും. അപ്പം അങ്ങനെയാണെന്ന് കുഴപ്പമില്ല. ഈ ഒരു നിൽക്കുന്ന പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലും വരും, അതുപോലെ തന്നെ അഴുകിയൊരു മണമായിരിക്കും. പിന്നെ വേരൊക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഒരു ഉഷാറില്ലാണ്ടായി പോവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതുണ്ട്, ഈ ഒരു മണ്ണിൻ്റെ ഒരു നനവനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എന്നും ഒരു നേരമൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പം എന്നും ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു നനവ് ഇല്ലാതെ ആ ഒരു ഡ്രൈ ആകുമ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട്, ഇത് ഞാൻ ഇതിൻ്റെ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് ഒരു സെറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ഒരു 1 2 3 4 ഇങ്ങോട്ട് കട്ടിങ്സ്, 4 ഇലയും കണ്ട് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നിയോൺ പോത്തോസും. ഇതും നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സിൽവർ പോത്തോസ്, അതൊക്കെയും കുറച്ച് ചെറിയൊരു കട്ടിങ്സ് വാങ്ങിച്ചതാണ്. അതും നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വെളിയിലാണെങ്കിൽ ഞാനിവിടെ ഒരു കുറച്ച് കട്ടിങ്സ് എനിക്ക് കിട്ടിയപ്പോഴത്തേനും അതിങ്ങനെ ചുറ്റി വെച്ചേക്കുന്നത്. ആദ്യമേ ഇത് നടുമ്പോഴത്തേനും പെട്ടെന്ന് അത് നല്ലപോലെ ഒന്നും പിടിക്കില്ല കേട്ടോ. ഒരു കട്ടിങ്സൊക്കെ കൊണ്ടുവെക്കുമ്പോഴത്തേനും തളർന്നായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മളത് ഉപേക്ഷിക്കരുത്, കെയർ ചെയ്ത്. ഇതിപ്പം ആദ്യമേ കൊണ്ട് വന്നപ്പോഴത്തേനും ഇതുണ്ട്, ഈ ഒരു രീതിയിൽ വാടിയായിരുന്നു കിടന്നത്. അപ്പോൾ ആ ഒരു വാടിയത് ഇത് ഇത്ര നാളായിട്ട് ആ ഒരു ഇല അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ബാക്കി അതിൻ്റെ കൂടെയുള്ള ഇലകളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ ഞാനതങ്ങ് പറിച്ച് കളഞ്ഞു. വാടിയ ഇല അല്ലെങ്കിൽ കരിഞ്ഞ ഇലയൊക്കെ നിൽക്കുമ്പോഴത്തേനും അതിനടുത്തേക്കുള്ള ഇലയ്ക്കും ആ ഒരു ഇത് വരാൻ സാധ്യത കാണും. അപ്പോൾ അങ്ങനെയുള്ള ലീഫുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ കരിഞ്ഞ ഇലകളും പഴുത്ത ഇലകളൊന്നും അതിലേക്ക് നിർത്താതിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ആദ്യമേ വാടി നിൽക്കുന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ വീണ്ടും കെയർ ചെയ്യുക. വെള്ളം ഒഴിച്ചിട്ടും വെള്ളം തളിച്ചിട്ടോ സ്പ്രേ ചെയ്തിട്ടോ ഒക്കെ അതിനെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് വാടി നിന്നാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഞാനത് കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിഞ്ഞാണ് നട്ടത്, അതുകൊണ്ടായിരിക്കും ചിലപ്പം. അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വെള്ളം മാത്രം കൊടുക്കുന്നതുകൊണ്ട് വരും. അതുപോലെ തന്നെ ഞാൻ വളങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ വളം എന്താണെന്നും നമ്മൾ പറയാം കേട്ടോ. പിന്നെ ഇതുണ്ട്, ഇതുപോലത്തെ ഈ ഒരു ചെടികളെല്ലാം തന്നെ എൻ്റെ കയ്യിൽ ഉള്ള എല്ലാ പ്ലാന്റുകളും തന്നെ നല്ല ഹെൽത്തി ആക്കി തന്നെയാണ് മാക്സിമം ഞാൻ നിർത്തിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാറുണ്ട്. പിന്നെ ലീഫുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, വീക്കിലി വൺസോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ ഈ ഒരു വെളിയിലൊരു പൈപ്പിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലൊരു പോത്തോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പേര് പറയുന്നത് എന്തോ ഒരു പേര് പറയുമല്ലോ, മറന്നുപോയി. ജെയ്ഡോ, ജെയിൻറ്റ് പോത്തോസ് അങ്ങനെ കണ്ടൊക്കെ പറയാൻ തോന്നുന്നു. അതിൻ്റെ പേര് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് പക്ഷേ പിടിച്ചിട്ടില്ല, പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിടിക്കാൻ വേണ്ടി അത് തണലത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അകത്തേക്ക്. അപ്പോൾ ആ ഒരു പോത്തോസിനൊക്കെ ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പയർ, കടലയൊക്കെ കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, പരിപ്പ്, എല്ലാ സാധനങ്ങളും കഴുകുന്ന വെള്ളം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. ആ ഒരു വെള്ളം എന്താണെങ്കിലും ഞാനത് മസ്റ്റായിട്ടും കൊടുക്കും കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും. പിന്നെ കുറച്ച് ചെറിയൊരു കുപ്പിയിൽ സ്പ്രേ ബോട്ടിലിൽ നല്ല അരിച്ചെടുത്തിട്ട്
അത് സ്പ്രേ ചെയ്ത് അതിൻ്റെ തണ്ടുകൾക്കൊക്കെ ഇല്ലേ ആ ഒരു വേര് വരുന്ന തണ്ടിൻ്റെ അതിലെ കൂടെ, അപ്പോൾ ആ ഒരു വേരുകൾക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരും. ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ് സൂക്ഷിക്കാനും പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മുട്ടയുടെ ഇതുണ്ടോ, മുട്ടത്തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ചതാണ്. ഇതും നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പം ഇട്ട് കൊടുക്കാറുണ്ട്. ഇതും നല്ല സൂപ്പറായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത് ഈ ഒരു വളമാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തന്നെ വെക്കണം കേട്ടോ. അപ്പം NPK ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ NPK ഒന്നും അധികമായിട്ട് ഞാൻ അതിന് മണി പ്ലാന്റിനൊന്നും കൊടുക്കാറില്ല. ഈ ഒരു സംഭവങ്ങൾ മാത്രമാണ് കൊടുക്കാറുള്ളത്, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ. ഈ ഒരു എന്താ പറയുക, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ഇത് 3ഉം കൂടെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത്, ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചതാണ് കേട്ടോ. രാവിലെ ഞാൻ ഒഴിച്ചായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇതിൻ്റെ ഇനി എനിക്ക് കഞ്ഞിവെള്ളം വേണം. അപ്പോൾ കഞ്ഞിവെള്ളം വരുമ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കുക. അപ്പോൾ 2 ദിവസമൊക്കെ വെച്ചിട്ട് ഒന്ന് പുളിപ്പിച്ചെടുക്കുക. 2-3 ദിവസമൊക്കെ പുളിപ്പിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് ഈ ഒരു ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് അടിഞ്ഞ് കിടക്കുന്നതില്ലേ, അത് അതിനകത്ത് തന്നെ ഇട്ടേക്കാം. നമുക്ക് വീണ്ടും അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ആ ഒരു വലിയ പാത്രം ഇരിപ്പില്ല. ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം വലിയ പാത്രത്തിലേക്ക്. അപ്പോൾ അതാകുമ്പം ഒത്തിരി, പക്ഷേ ഇതാകുമ്പം സ്മെല്ലും കാര്യങ്ങളൊന്നും ആവില്ല. നമുക്ക് അപ്പോൾ ഉള്ളത് അപ്പോൾ ഉപയോഗിക്കാം. ആ ഒരു ഇതിലാണ് ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുള്ളത്. ഇതുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഈ ഒരു ചെടികളൊക്കെ കണ്ടാൽ തന്നെ അറിയത്തില്ലേ, ഇതിനൊക്കെ നല്ലതായിട്ട് ആ ഒരു കടലപ്പിണ്ണാക്കിൻ്റെയും ചാണകത്തിൻ്റെയും എല്ലുപൊടിയും ഒക്കെ മാത്രമായിട്ട് ഇട്ടിട്ടുള്ള ഒരു വളമാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഞാനിതുണ്ട്, ഈ ഒരു തിണ്ണയുടെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ വരാന്ത ഭാഗം, അവിടെയാണ് വെച്ചിട്ടുള്ള ചെടികളെല്ലാം തന്നെ ഇൻഡോറായിട്ട് തന്നെ കുറച്ച് സ്ഥലത്ത്. പിന്നെ കുറച്ചൊക്കെ അകത്തൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ വെള്ളത്തിൽ വെക്കുന്നതുണ്ട്, അല്ലാണ്ട് ഈ മണ്ണിൽ നടുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൂടുതലും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, സണ്ണ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം വെക്കുക. നല്ലതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം വാടിപ്പോകും, ചില ചെടികളൊക്കെ വാടിപ്പോകും. അപ്പോൾ ഈ ഒരു സൈഡായിട്ടുള്ള ചെറുതായിട്ടൊരു ഷെയ്ഡ് വരുന്ന സ്ഥലത്തൊക്കെ മാത്രം വെക്കുക. പിന്നെ നമ്മൾ ആ ഒരു വളം ഉണ്ടല്ലോ, നമ്മളിപ്പം ആ ഒരു കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. വെള്ളത്തിലിപ്പം 1 കപ്പ് വെള്ളം, 1 കപ്പ് വളം, ഒരു ലിക്വിഡ് വളം എടുക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് ഒരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ 4 ഇരട്ടി വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം ഈ ഒരു ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞു പോവുകയല്ല, ഒരുമാതിരി വാടി നിൽക്കും കുറച്ച് ദിവസത്തിന് കേട്ടോ. ആദ്യമേ ഞാനിത് ചെയ്തപ്പോഴത്തേനും അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് പഠിച്ച് എടുത്തു. കുറേശ്ശെ കൊടുത്ത് നോക്കി. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കൊടുത്ത് നോക്കിയപ്പോഴത്തേനും ചെടികളൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു മണി പ്ലാന്റ് കണ്ടില്ല, ഇത് ഞാൻ കുറച്ച് ആയിട്ടേ ഉള്ളൂ ഇത് വെച്ചിട്ട്. ഇത് നമുക്ക് കട്ടിങ്സ് അപ്പം തന്നെ കൊണ്ടുവന്നിട്ട് അന്നേരം തന്നെ നമ്മൾ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കും വാട്ടമൊന്നുമില്ല, പക്ഷേ നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വാട്ടമൊന്നും വലുതായിട്ട് അറിയിക്കാണ്ട്. ഇനി അത് നല്ലതായിട്ട് വേരൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഈ ഒരു കൊടുക്കുന്ന വളം മാത്രം മതി, നല്ല അടിപൊളിയായിട്ട് ആ ചെടി വരും, ഉറപ്പ് കാര്യമാണ്. ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളവും കൊടുക്കണം, എന്നാൽ പിന്നെ വെള്ളം അധികം ആകാനും പാടില്ല. ആ ഒരു രീതിയിൽ മണി പ്ലാന്റ് വളർത്തുക. അതുപോലെ തന്നെ എല്ലാവരും ചിലരൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ മണി പ്ലാന്റ് പിടിപ്പിച്ചിട്ടും പിടിപ്പിച്ചിട്ടും ആവണില്ല അല്ലെങ്കിൽ പിടിക്കണില്ല എന്നൊക്കെ. നിങ്ങൾ പോട്ടി മിക്സ് ചെയ്യുമ്പോഴത്തേനും ചകിരിച്ചോറും മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത്, ചോറ് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇച്ചിരി ചകിരിച്ചോറ് എടുത്താൽ മതി ഒരു പൊട്ടിനകത്ത്. അപ്പോൾ ആ ഒരു കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അഴുകിപ്പോകും, അതാണ് അവസ്ഥ. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ പോട്ടിങ് മിക്സും ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്ലാന്റുകൾക്കൊക്കെ ഒന്നും ഒരു വാട്ടവും കുഴപ്പമൊന്നുമില്ല, ഇതുവരെയും കുഴപ്പമില്ല. ഇനി എങ്ങനെയെന്നറിയില്ല. കുറേ നാളായിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ഒരു 2 വർഷം കണ്ടായി ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ നമുക്ക് ആദ്യമത്തെ ഇപ്പോൾ ഒരു പരിചയമില്ലാണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ചെടികൾക്കൊക്കെ വാടിപ്പോകുന്നതും പിടിക്കാതെ. അപ്പോൾ ഒക്കെ ക്ഷമയില്ലാണ്ടൊക്കെ വരും. പക്ഷേ അതിനോട്ട് കുറേ ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ ഇഷ്ടം തോന്നി വന്നപ്പം പതിയെ നമ്മൾ കെയർ ചെയ്ത് വരുമ്പോഴത്തേനും അത് ചെടികൾക്കൊക്കെ എങ്ങനെയാണ് ഇത് ഇത് പിടിക്കുന്നതും അല്ലെങ്കിൽ വെള്ളം പിടിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ ചെടികൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ പരിചരിച്ച് കഴിയുമ്പോഴത്തേനും നല്ല റിസൾട്ട് അതും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ചെടിയിൽ വളം കൊടുക്കാനും അല്ലെങ്കിൽ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അതിൻ്റെ അടുത്തൊക്കെ നിന്നോരോ ഇച്ചിരി നേരമൊക്കെ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്നേഹത്തോടെയൊക്കെ നിൽക്കുകയോ തൊടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അതുപോലൊക്കെ ചെയ്യാം. പിന്നെ ഇത് വാസ്തു അനുസരിച്ച് ഈ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന ഓരോ ദിശയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ തെക്ക് കിഴക്ക് വെക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വടക്ക് ദിശയുണ്ടല്ലോ അവിടെ വെക്കാം. ഇപ്പം ഞാനിത് വടക്കിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഇതൊന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ പണ വരവ് അറിയില്ല. നോക്കാം.